ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീറിൻ്റെ ഒരു കറിയായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായ, ഒരു 3 സവാള, 2 വലിയ തക്കാളി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ചുവന്ന മുളക് കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ലസൂനി പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു കയ്യിൽ തൈര് ചേർക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണൊക്കെ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ലേശം ബട്ടറും കൂടി ചേർക്കുക. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുക. പനീറെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ലസൂനി പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.